ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ ജയ്ക്ക് ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രിമാർ ഏറ്റെടുക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. മന്ത്രിമാർ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്ന ആക്ഷേപത്തിനുള്ള മറുപടി. അത് ഉത്തരം പറ. കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗം അഭിമാനകരമായ മുന്നേറ്റങ്ങൾ ഇവിടെ നടന്നു പോകുകയാണ്. ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവവികാസത്തെ നമ്മളെല്ലാവരും ആശങ്കയോടുകൂടെ എന്തുകൊണ്ടാണ് ഇന്ന് മന്ത്രിമാർ നേരിട്ട് വിമർശനം കേൾക്കേണ്ടി വന്നത്? ഒരു അപകടമുണ്ടായി, മനുഷ്യ സാന്നിധ്യമുള്ളൊരു പ്രദേശത്ത് ഒരു അപകടമുണ്ടായാൽ സാധാരണഗതിയിൽ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അടിസ്ഥാനപരമായ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് പോലും ആ അടിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നൽകുക. അതുപോലും ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല, വേസ്റ്റ് കൊണ്ട് ഇട്ടിരുന്നതാണ് എന്ന പ്രസ്താവന ഈ മന്ത്രിമാർ നടത്തിയത് എന്തടിസ്ഥാനത്തിലാണ്? അതായത് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഈ ചോദ്യം കേരളത്തിൽ എനിക്ക് തോന്നുന്നു അല്പമണിക്കൂറുകളായി അങ്ങയുടേതുൾപ്പെടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടൊരു പ്രതികരണം എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പറയുന്നത് എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു പ്രധാനപ്പെട്ട വാദമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, ദുരന്തമുണ്ടായി 11 മണി കഴിഞ്ഞ് 10 മിനിറ്റിൽ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള സ്ഥലം MLA കൂടിയായിട്ടുള്ള വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ കണ്ട ദൃശ്യത്തിൽ അവർ നൽകിയിട്ടുള്ള പ്രതികരണം, നിലവിൽ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബിൽഡിംഗിൽ ഒരു ബാലന് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് അതീവ ഗുരുതര സ്വഭാവമുള്ളതല്ല. പക്ഷേ JCBയുടെയും ഹിറ്റാച്ചിയുടെയും സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പരിശോധിച്ച് നോക്കാം. ഈ കാര്യത്തിൽ ഇവരുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി അസാധാരണമാവിധ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടോ? അത് പരിശോധനയ്ക്ക് ശേഷം പറയാം. രണ്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പറയുന്ന ഒരു വാർത്താ ശകലമാണ് ഞാൻ അങ്ങയുടെ പ്രൊഡ്യൂസർ സംഘത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത്. മുതൽ കാണുന്നയാളാണ്. മന്ത്രിമാർ അവിടെ എത്തിയതും അതിനുശേഷം ഉണ്ടായ പ്രതികരണവും ഒക്കെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് വാസവൻ മന്ത്രി പറഞ്ഞത്. ആരോഗ്യമന്ത്രി പറഞ്ഞു ഇത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട്, ഉപയോഗിക്കാത്ത കെട്ടിടമായതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. ഇത്തരം പ്രസ്താവനകൾ ഭരണ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നുണ്ടാകുമ്പോൾ എന്ത് തരത്തിലുള്ള ദുരന്ത നിവാരണമാണ് അവിടെ നടക്കുക? ശ്രീ ജെയ്സി തോമസ് മനസ്സിലാക്കേണ്ടത് 10:30 അപകടം നടന്നു, 12:30 പൂർണ്ണതോതിലുള്ള ദുരന്ത നിവാരണം നടക്കുന്നത്. ഒരു ആശുപത്രിയിലാണെന്ന് ഓർക്കണം. ഒരു ആശുപത്രിക്കുള്ളിലാണ് പ്രാണൻ കിട്ടാതെ ഒരു സ്ത്രീ 2.5 മണിക്കൂർ പിടഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 2013 ആണ്ടിൽ പൂർണ്ണമായും ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു എന്നതിനെ തുടർന്ന് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ ബിൽഡിംഗിന്റെ സ്വഭാവം അതാണോ? അതായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടം ഇത്രയും കാലം അവിടെ അതേ രീതിയിൽ നിലനിർത്തിയത് ആരുടെ ഉത്തരവാദിത്തമാണ്? താങ്കൾ ഈ പറയുന്നത് ശരിയെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആതുരാലയത്തിന്റെ ഭാഗമായി അവിടെ എങ്ങനെ നിലകൊണ്ടു ഇത്രയും വർഷം? ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ മുൻനിർത്തി കുറ്റവിചാരണ നടത്താനാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യമെങ്കിൽ പല കാര്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയേണ്ടതായിട്ട് വരും. ഈ ഒരു അവസരം അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയത്തെ മുൻനിർത്തി കുറ്റവിചാരണ നടത്തലല്ല ശ്രീ ജെയ്സി തോമസ്. സംവിധാനങ്ങളുടെ പരാജയം അത് അപ്പോൾ ഭരിക്കുന്നത് ആരോ അവരോടാണ് ആദ്യം ചോദ്യം ഉണ്ടാവുക. ഇതൊരു നടത്തു പോണ മാതിരില്ല. 2013 റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും 2013 കഴിഞ്ഞ് ഇന്നിപ്പോൾ 13 കൊല്ലം ആവാറായി. ഉറക്കം വരുന്നു. ഈ 13 കൊല്ലം ആവാറാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് കൊടുത്ത കഥയെക്കുറിച്ച് വീണ്ടും ഇവിടെ വന്ന് ആ സർക്കാരിനെ വിമർശിക്കാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് കാണ്ടാമൃഗത്തിനെ പോലും തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. എന്താ 2016 ഫണ്ട് അനുവദിച്ചു പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച ഒരു കെട്ടിടം 2026 ആണ്ട് ആകാറായിരുന്നിട്ടും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയുണ്ടല്ലോ, സിമ്പതി മാത്രം അതിനോട് തോന്നുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇനി രണ്ടാമത്തെ കാര്യം, ജയിക്ക് പറയുന്നു ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിയല്ല അവിടെയുള്ള ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് CPM-കാർക്ക് മാത്രം കയറി ഇറങ്ങാനുള്ള സ്ഥലമൊന്നുമല്ലല്ലോ.
ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് തവണ വരികയും ചികിത്സ തേടിയിട്ടുള്ളതും അവിടെ ചികിത്സിക്കുന്നവരെ കാണാൻ പോയിട്ടുള്ളവരുമാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. അങ്ങനെ ചുമ്മാ ആളെ വടിയാക്കുന്ന പരിപാടി എടുക്കരുത്. പിന്നെ 10:30 മണിക്ക് ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു ഡോസർ, ആ വന്ന ഡോസർ എന്താണെന്ന് കണ്ടല്ലോ, ഒരു ചെറിയ ഡോസർ, ആ ഡോസർ കയറി ചെല്ലാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. 2.5 മണിക്കൂർ എടുത്തുവെങ്കിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനെ പിരിച്ചിട്ട് വല്ല കാട്ടിലേക്കും പോകാൻ പറ. ഇവിടെ വേറെ വല്ല കൊള്ളാവുന്ന പിള്ളേരെ ഏൽപ്പിച്ച് അവര് പൊളിച്ചു കളിഞ്ഞ് അകത്ത് കയറുമായിരുന്നല്ലോ. വെറുതെ 2.5 മണിക്കൂർ ഒരു ചെറിയ ഡോസറിന് അതിന്റെ അകത്തേട്ട് വരാൻ 2.5 മണിക്കൂർ നേരം എടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് ഒരു പ്രതിനിധിക്ക് ഇവിടെ വന്ന് പറയാൻ സാധിക്കുന്നത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. 11:10 മന്ത്രിമാരെത്തി. മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ പൂർണ്ണ ബോധ്യത്തോടു കൂടി പറയാണ് ഇവിടെ ഒരു അപകടവും നടന്നിട്ടില്ല. സൂപ്രണ്ടന്റ് പറഞ്ഞത് എന്താണ്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇത് കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് അപകടം നടന്നതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൽ, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ഏതൊക്കെ മുറി ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത സൂപ്രണ്ടന്റാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം? ആ അധികാരത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് പോട്ടെ, ഈ മന്ത്രിമാർ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി പറയാണ് ഇതിൽ യാതൊരു അപകടവും നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അപകടം നടന്നിട്ടില്ല ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ JCB ബുൾഡോസറും അങ്ങോട്ട് വരാനുള്ള ഒരു പ്രയത്നം ആരംഭിച്ചത്. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അതേതാണ്ട് 12 മണിയായി. ഈ 12 മണിക്ക് JCB ബുൾഡോസറും അങ്ങോട്ട് വരാനുള്ള പ്രയത്നം ആരംഭിച്ച 1/2 മണിക്കൂറിനുള്ളിൽ അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ. ഒരപകടമുണ്ടായി ഏറ്റവും ആദ്യത്തെ 1.5 മണിക്കൂർ നേരം ഒന്നും ചെയ്യാതെ 2 മന്ത്രിമാർ 1 മണിക്കൂർ അവിടെ വന്ന് പത്രക്കാരെ കണ്ട് ഏതാണ്ട് ആരോഗ്യ കേരളത്തിന്റെ നമ്പർ 1 PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സ്ത്രീ അവിടെ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് പറയുന്നത് കൊലക്കുറ്റമാണ് ഇവർക്കെതിരെ എടുക്കേണ്ടത്. ജയകുമാർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് തിരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്നാണ്. അവിടെ എത്തിയപ്പോൾ കൂടി നിന്നവരോട് അന്വേഷിച്ചു. ഫയർഫോഴ്സും പോലീസും ഉണ്ടായിരുന്നു. കെട്ടിടത്തിനടിയിൽ ആരുമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. മന്ത്രി വന്നപ്പോൾ ഞാനാണ് മന്ത്രിയോട് പറഞ്ഞത് ആരുമില്ലെന്ന്. പിന്നീടാണ് ഈ ഒരു കുട്ടിയെ അമ്മയെ കാണാനില്ലെന്ന് പറയുകയും പരിശോധന നടക്കുകയും ചെയ്തത്. അങ്ങനെ സൂപ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ശുചിമുറി ആളുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. സൂപ്രണ്ട് അതായത് സൂപ്രണ്ടിന് ഇതേക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെന്നാണ് ഈ പറയുന്നതിനർത്ഥം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുമായാണോ ഈ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്? ശ്രീ ജേക്സി തോമസ് അപ്പൊ അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി പ്രസക്തമായ ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങ് അദ്ദേഹത്തോട് കാണിച്ച അതേ മര്യാദ തന്നെ എന്നോടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.